ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗായ്സ്, ഞാച്ചിപ്പൊന്നു നമ്മ എവിടെ പോകുന്നേ? അമ്പലത്തിൽ പോയിട്ട് വരാം ഗായ്സ്. ഇന്ന് സംക്രമാണ്. അപ്പോൾ നമ്മൾ താനത്ത് പോവാന്നേ. താനത്ത് പോകുന്നു പറ. അമ്പലത്തിൽ പോയിട്ട് വരാന്ന് പറ. അമ്പലത്തിൽ പോയിട്ട് വരാ. റിക്ഷ കിട്ടോ? റിക്ഷക്ക് കയറണ്ടേ? കേരണ്ടേ? റിക്ഷനെ കാത്തിക്കണ്ടേ? അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി ഗൈസ്. റോട്ടിലിറങ്ങിയാടെ തന്നെ റിക്ഷ വേഗം കിട്ടീന് കേട്ടോ. അതുകൊണ്ട് വേഗം ഇവിടെ എത്തി. നല്ല വെയിലാണ് കേട്ടോ. മഴക്കാലമായിട്ടും ഭയങ്കര വെയിൽ. ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടത്തിൻ്റെ നടുവിലാണ് കേട്ടോ അമ്പലം. ചുറ്റും വെള്ളമെല്ലാം കണ്ടില്ലേ. അങ്ങനെ കാണുന്നതാണ് താനം. ഇത് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് അലാമി പള്ളീൻ്റെ ബാക്കിലാണ് ഈ അമ്പലമുള്ളത്, അതായത് തറവാട്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്പലമാണ് കേട്ടോ ഇത്. അച്ഛനാണ് ഇവിടെ മുമ്പ് പൂജാരിയായിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നേരെ അമ്പലത്തിനുള്ളിൽ കയറാൻ കേട്ടോ. അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് അമ്പലം. ഇവിടെ അച്ഛമ്മേടോല അമ്മയാണ് ആരാധനമൂർത്തി. പിന്നെ ഇവിടുത്തെ സ്ഥലമെല്ലാം കണ്ട നല്ല രസമില്ലേ കാണാൻ. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. എന്തോരു ഭംഗിയാണ് ഇവിടെ കാണാനും ഇരിക്കാനെല്ലാം. നല്ലൊരു സുഖമുള്ള സ്ഥലമാണ് കേട്ടോ. ഫുള്ള് മരമെല്ലാം ആയതുകൊണ്ട് കാറ്റും വീശെല്ലാം ചെയ്യും. അങ്ങനെ നമ്മളിവിടെ എത്തി. കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. പണിക്കെല്ലാം പോകുന്നവരെല്ലാം കൊണ്ട് കുറച്ച് ആൾക്കാർ ഉണ്ടായിട്ടു. അങ്ങനെ നമ്മൾ ഒരു 12 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ എത്തി. 12:30 1 മണിയാകുമ്പോഴാണ് ഇവിടുത്തെ പൂജ. പിന്നെ ഈ സംക്രമം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉണ്ടോയെന്നൊക്കെ അറിയില്ല. ഇവിടെ പറയൽ തറവാട്ടിൽ എല്ലാ മാസവും നടത്തുന്നൊരു പരിപാടിയാണ് ഈ സംക്രമം. സംക്രമത്തിനെ കുറിച്ച് ശരിക്കും അങ്ങനെ പറയാൻ നമുക്ക് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം സെറ്റായി. പിന്നെ പൂജ തുടങ്ങാനായിട്ടാണ്. അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് കാത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പൂജയ്ക്ക് അരിയും ഈ പൂവും കൊണ്ട് എറിയുന്ന എന്തോരു സംഭവം ഉണ്ടാക്കിയാണ്. ശരിക്കും അറിയില്ല എന്താണ് സംഭവം എന്ന്. അങ്ങനെ അരിയും പൂവെല്ലാം കിട്ടി അവിടെ മണിയെല്ലാം അടിച്ച് എല്ലാവരും പൂജയ്ക്ക് കാത്തിക്കുന്നു. അപ്പോഴത്തേക്കും യാച്ചിപ്പൊന്നു ഉറങ്ങിയിട്ടാണ്. ഓള് നല്ല ഉറക്കേന്. ആടുന്ന ഓൾ എണീച്ചത് മണിയൊട്ടുന്ന ഒച്ചയായിട്ടാണ് കുഞ്ഞ് എണീച്ചത്. നല്ല ഉറങ്ങി. പൂവ് എല്ലാവരും എറിഞ്ഞു കേട്ടോ. മണിയെല്ലാം എന്തോ പ്രാർത്ഥന, ഈ സംക്രമം കഴിക്കുന്ന ആൾക്കുള്ള പ്രാർത്ഥന പറഞ്ഞിട്ട് അതിന് പൂവെല്ലാം എറിഞ്ഞിട്ട് മണിയെല്ലാം കുത്തി അങ്ങനെ പൂജയെല്ലാം ചെയ്തു കേട്ടോ. എല്ലാ മാസവും സംക്രമം ഉണ്ടാവും കേട്ടോ. ഓരോ മാസം ഓരോരാളെ പേരിലാണ് സംക്രമം ഉള്ളത്. അങ്ങനെ ഓരോരാളെ പേരിൽ സംക്രമം നടത്തിയിട്ട് അവരുടെ പേരിൽ വഴിപാടെല്ലാം ചെയ്ത് പിന്നെ പ്രാർത്ഥനയെല്ലാം ഉണ്ടാവും. എന്തെങ്കിലും ആഗ്രഹമെല്ലാം സാധിക്കാൻ വേണ്ടിയിട്ടും ഇതാക്കാനും വേണ്ടിയിട്ടും. അത് കഴിഞ്ഞ് ആഗ്രഹമെല്ലാം സാധിച്ച് കിട്ടിയവരെല്ലാം സംക്രമത്തിന് ഇതാക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്പുടേട്ടൻ വന്നു കേട്ടോ. അമ്പുടൻ്റെ അമ്മയുടെ തറവാട്ടിലെല്ലാം പോയിട്ട് വന്നതാണ്. എല്ലായിടത്തും തറവാട്ടിൽ സംക്രമമുണ്ട്. അപ്പോൾ ആടെ ഓന് 90 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ അമ്പലത്തിൽ കയറാം. അപ്പോൾ ഓന് 90 ദിവസം കഴിഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ വന്നു. ഇതാണ് അമ്പുടേട്ടൻ. ചക്കര മുത്ത് പാവന് ഉറക്കമുണ്ട്. നല്ല ഉറക്കമുണ്ട് കേട്ടോ. ഓന് ഉറക്കം തന്നെയാണ്. യാത്ര ചെയ്യുമ്പോൾ ഫുള്ള് ഉറക്കമെല്ലാമാണ്. അങ്ങനെ കുറേ ആളെല്ലാം വന്ന് കുഞ്ഞിനെ നോക്കി. കുറേ ആളിപ്പോൾ കണ്ടു. യാച്ചിപ്പൊന്നും നോക്കിക്കൊണ്ടിരുന്നു. വെള്ളമെല്ലാം ഒലിക്കുന്നുണ്ട് പോണ വർഷമുള്ള. ആടുന്ന് പിന്നെ നമ്മൾ ചോറിക്കാൻ പോയിട്ടാ. നല്ല ചോറും സാമ്പാറെല്ലാം ഉണ്ടായിരുന്നു. കച്ചമ്പറ്, അച്ചാറ്, പയറ് വറവെല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പായസവും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം എടുക്കാൻ മറന്നുപോയി. തിന്നുന്ന തിരക്കിലിപ്പോൾ മറന്നുപോയി. കുഞ്ഞ് വേഗം കരയുന്നുണ്ട്. വേഗം ചോറ് ഒഴിച്ചിട്ട് വേഗം തിന്നിട്ട് വന്നു. അപ്പം ഇതാണ് കേട്ടോ കല്ലഞ്ചര സ്ഥലം. ഫുള്ള് കണ്ടാണ്. ആടെ നമ്മളെ തറവാട് വീടുണ്ടായാലും പൊളിച്ചു. ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പം ഏച്ചി നിൽക്കുന്ന കോട്ടേഴ്സിലേക്ക് പോകുന്നതാണ് കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് അടുത്തേക്ക് പോകുന്നു. പിള്ളേരൊക്കെ രണ്ടാളും വേറെ നമ്മൾ നടക്കുന്നു. എടുത്ത് നടക്കാൻ കഴിയുന്നില്ല ഗൈസ്. ക്ഷീണം കഥപ്പ് 2 C-സെക്ഷൻ കഴിയില്ല. ചക്കൻ ഭയങ്കര കച്ച
നമ്മൾ വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഭയങ്കര ചൂട്. രാജിപ്പോന്നെല്ലാം വന്ന് ഡ്രസ്സെല്ലാം ഒരു മാറ്റി കളിയെല്ലാം തുടങ്ങി. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞാക്കെല്ലാം സമാധാനമായി. അമ്പുടൂന് സമാധാനമായിട്ടാണ്. ഓന് ചൂടെടുത്തിട്ട് കഴിഞ്ഞിട്ട് കരച്ചിൽ തന്നെ ഉണ്ടായത്. വീടെത്തിയപ്പോൾ ഓൻ ഫുള്ള് ഉഷാറായി. അങ്ങനെ ഫുള്ള് കളിയും ചെയ്യുന്ന കേട്ടോ. കഴിഞ്ഞില്ല, ഒന്ന് ഭയങ്കര ചൂടുണ്ടായിനിപ്പം. ഒട്ടും കഴിഞ്ഞേ ഉണ്ടായിട്ടില്ല. അവിടെ നമ്മുടെ കുറേ കളിച്ചു. ഞങ്ങൾക്ക് കുറേ അയറ്റിലെല്ലാം തരുന്നുണ്ട്. മുഖത്തിൽ കുറേ തല്ലുന്നെല്ലാം ഉണ്ട്. അതിനിടയ്ക്ക് ഒരാളെ ചോദിച്ചിട്ടെല്ലാം ഇരിക്കുന്നത് കേട്ടോ. അയാച്ചി എന്നെ നോക്കുന്നേയില്ല. കുറേ ഞാൻ വിളിച്ചു, പിന്നെ മൈൻഡേ ആക്കുന്നില്ല. വിചാരിച്ചിട്ടുണ്ട് ഓള് വന്നാണ് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിന്. എന്നിട്ട് എണീച്ചിട്ട് ഇപ്പം അമ്മരോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മ കുഞ്ഞി. അപ്പം നമുക്ക് മതിയാക്കാം. അപ്പം ടാറ്റ പറയല്ലാരോട്. ടാറ്റ. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നമ്മളെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.